തമിഴ്നാട് വിഴുപ്പുറത്ത് സ്കൂളിലെ അഴുക്കുചാലിൽ വീണ് 3.5 വയസ്സുകാരിക്ക് ദാരുണാന്ത്യം. ലിയ ലക്ഷ്മി സെൻ ആണ് മരിച്ചത്. കളിക്കുന്നതിനിടെ കുട്ടി അഴുക്കുചാലിൽ വീഴുകയായിരുന്നു. എന്നാൽ മരണവിവരം സ്കൂൾ അധികൃതർ മറച്ചുവെക്കാൻ ശ്രമിച്ചതായി നാട്ടുകാർ ആരോപിച്ചു. മുഹമ്മദ് റഹീസ് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. റഹീസ്, അധികൃതരുടെ ഭാഗത്തുനിന്നൊരു വീഴ്ച ഉണ്ടായോ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആക്ഷേപം ഭയന്നാണോ ഇവർ ഈ വിവരം മറച്ചുവെച്ചത്? എപ്പോഴാണ് ഈ സംഭവം നടന്നത്? ഗോകുൽ, തീർച്ചയായും സ്കൂൾ അധികൃതരുടെ ഭാഗത്തു നിന്ന് വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്ന് ഉറപ്പിച്ചു തന്നെ പറയാനാകും. ഒപ്പം തന്നെ അവർ ഈ മരണവിവരം മറച്ചുവെച്ചു എന്നുള്ള തരത്തിൽ ആരോപണം ഉയരുന്നുമുണ്ട്. ആദ്യം തന്നെ അതിദാരുണമായിട്ടുള്ള ഒരു സംഭവമാണ് ഇത്തരത്തിൽ വിഴുപ്പുറത്തുണ്ടായിരിക്കുന്നത്. വിഴുപ്പുറത്തെ വിക്രവണ്ടിയിലെ ഒരു സ്വകാര്യ സ്കൂളിലാണ് 3.5 വയസ്സുകാരി അഴുക്കുചാലിൽ അല്ലെങ്കിൽ ഒരു അഴുക്ക് കുഴിയിലേക്ക് വീണ് രാവിലെ മരിച്ചത്. രാവിലെ ഒരു 11 മണിയോടുകൂടി ഈ കുട്ടിക്ക് അതൊരു പ്ലേ ടൈം ആയിരുന്നു. അങ്ങനെ കുട്ടി കളിക്കാൻ വേണ്ടി പുറത്തിറങ്ങുകയായിരുന്നു. മറ്റു കൂട്ടുകാരുമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ലക്ഷ്മി സെൻ, ലിയ ലക്ഷ്മി സെൻ എന്നാണ് ഈ കുട്ടിയുടെ മുഴുവൻ പേര്. അപ്പോൾ കുട്ടി കൂട്ടുകാർക്കൊപ്പം കളിക്കാൻ പോവുകയായിരുന്നു. ശേഷം ഇത്തരത്തിൽ ഈ കുഴിയിലേക്ക് വീഴുന്നു. അങ്ങനെ ഈ ഫയർഫോഴ്സിനെ അടക്കം സ്കൂൾ അധികൃതർ വിളിച്ചു വരുത്തിയാണ് കുട്ടിയെ ഈ കുഴിയിൽ നിന്ന് പുറത്തെടുത്തത് എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. എന്നാൽ ഈ സമയമൊന്നും ഈ സ്കൂൾ അധികൃതർ ഈ രക്ഷിതാക്കളെ അറിയിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളവരെ ഈ വിവരം അറിയിക്കാതിരിക്കാനോ ശ്രമിച്ചു എന്നുള്ളതാണ് നാട്ടുകാർ പ്രധാനമായും ആരോപിക്കുന്നത്. അങ്ങനെ കുട്ടിയെ പുറത്തെത്തിച്ചപ്പോൾ തന്നെ കുട്ടി മരിച്ചിരുന്നു എന്നും അറിയുന്നുണ്ട്. ശേഷം ഈ സ്കൂള് ഇന്ന് വൈകിട്ട് 3:30 വരെ പ്രവർത്തിച്ചു എന്നുള്ള ഒരു ഗുരുതരമായ കാര്യം കൂടി നാട്ടുകാർ ആരോപിക്കുന്നുണ്ട്. ഈ കുട്ടി KG സെക്ഷനിലാണ് പഠിക്കുന്നത്. അതിൽ നിന്നും ഒരു 10 അടി പോലും ദൂരെ ഇല്ലാതെയാണ് ഇത്തരത്തിലൊരു കുഴിയുള്ളത്. അവിടെ മതിയായ സുരക്ഷ ഉണ്ടായിരുന്നില്ല. കുട്ടികൾ എപ്പോൾ വേണമെങ്കിലും അവിടേക്ക് വീഴാൻ കഴിയുന്ന ഒരു സാഹചര്യമായിരുന്നു എന്നൊക്കെ ചൂണ്ടിക്കാട്ടി നാട്ടുകാർ ഇപ്പോൾ സ്കൂളിന് പുറത്ത് പ്രതിഷേധിക്കുക കൂടി ചെയ്യുന്നുണ്ട്. ഗോകുൽ, ചെന്നൈയിൽ നിന്ന് മുഹമ്മദ് റഹീസ് ആണ് വാർത്തയുടെ വിവരങ്ങൾ പങ്കുവച്ചത്.